2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിന്മേലുള്ള പൊതുചർച്ച ആരംഭിക്കുകയാണ്. പൊതുചർച്ചയിൽ ആദ്യം പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ 20 മിനിറ്റ്. അങ്ങേക്ക് 20 മിനിറ്റ് സംസാരിക്കാം. സർ, ഞാൻ ഈ ബഡ്ജറ്റിനെ അനുകൂലിക്കുകയാണ്. ഭരണഘടനയുടെ ആമുഖം ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ ചേർക്കുക എന്നത് യാദൃച്ഛികതയല്ല. ഭരണഘടനാ മൂല്യങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രസ്ഥാനവും ഒരു സർക്കാരും ജനങ്ങളും അതിലുണ്ട്. അത് ഉറക്കെ വിളിച്ചു പറയാം. കരുത്തുള്ള ഒരേ ഒരു സർക്കാരേ ഇന്ന് ഇന്ത്യയിലുള്ളൂ. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സാർ, ഭാരതത്തിൻ്റെ ഭരണഘടന, അതിൻ്റെ ആമുഖം 72 വാക്കുകൾക്കപ്പുറം ഞങ്ങൾക്കെല്ലാമാണ്. ആ വികാരം ഉൾക്കൊള്ളുന്ന കോടിക്കണക്കിന് സാധാരണക്കാരുടെ ശബ്ദമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത്. കേന്ദ്ര സർക്കാരിൻ്റെയും UDFും BJPയും ഉൾപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെയും ശത്രുതാപരമായ നിലപാട്, അതിൻ്റെ സമീപനങ്ങളെയും ചെറുത്തുതോൽപ്പിച്ചാണ് അച്യുതമേനോൻ സർക്കാരിന് ശേഷം കേരളത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തുടർഭരണത്തിലൂടെ അധികാരത്തിൽ വന്നത്. കേന്ദ്രം ഭരിക്കുന്ന UDFും അതുപോലെ തന്നെ BJPയും ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ട് ഈ സർക്കാരുണ്ടാക്കുന്ന പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റാനുള്ള ഇച്ഛാശക്തിയും ജനപിന്തുണയുമാണ് ഈ സർക്കാരിൻ്റെ കൈമുതൽ. സർ, കേരളത്തിന് അർഹതപ്പെട്ട നിരവധി പദ്ധതികൾ, പ്രത്യേകിച്ച് റെയിൽവേ വികസനം, നാഷണൽ ഹൈവേ, റേഷൻ വിഹിതം, ഇതര കേന്ദ്ര സാമ്പത്തിക വിഹിതം, എയിംസ് തുടങ്ങിയ വിഷയങ്ങളിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പിന് അയക്കപ്പെട്ട MPമാരുടെ മൗനം ബോധപൂർവമാണ്. മാത്രവുമല്ല, വികസന പദ്ധതികൾക്ക് ഇടങ്കോലിടുന്ന സമീപനമാണ് UDF സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, 2047 ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുമെന്ന് പറയുന്ന കേന്ദ്ര ബഡ്ജറ്റ് നമുക്ക് മുന്നിലുണ്ട്. പുതിയ ആശയങ്ങളോ സ്കീമുകളോ ഒന്നുമില്ലാത്ത വെറും വാചകമേള മാത്രമാണ് നിർമ്മലാ സീതാരാമൻ ആ ബഡ്ജറ്റിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. സാർ, എന്നാൽ കേരളത്തിൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് ശ്രീ KN ബാലഗോപാൽ, ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി, അവതരിപ്പിച്ചിട്ടുള്ളത്. സർ, കേരളത്തിലെ 1600 രൂപ പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ, അത് പിച്ചച്ചട്ടി പെൻഷൻ എന്ന് ആക്ഷേപിച്ച BJPക്കാർ, സാർ, ഇന്ന് കേന്ദ്രത്തിൻ്റെ പെൻഷൻ പദ്ധതി എത്രയാണ് സാർ? 150 രൂപ മുതൽ 200 രൂപ വരെയാണ്. സർ, കേന്ദ്ര പെൻഷൻ ഇതാണെന്നിരിക്കെ കേരളത്തെ ആക്ഷേപിക്കുന്ന BJPക്കാരോട് നമ്മൾ എന്താണ് സാർ പറയുന്നത്? നാണോ മാനോ ഉണ്ടോ സാർ അവർക്ക്? ഈ കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ 1200 രൂപയായി 1600 രൂപയായി വർദ്ധിപ്പിച്ച് നൽകി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ് അല്ലേ സാർ ഇത്? സാർ, വർഗീയതയും മതാന്തതയും മുഖമുദ്രമാക്കിയ BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാമെന്നാണ് വിദ്യാധാരണയിലാണ് UDF നേതൃത്വം. കേരളത്തിലെ UDFും BJPയും തീവ്ര ഹിന്ദുത്വത്തിനെതിരായി എടുത്ത മൃദു സമീപനം അവസരവാദപരവും ദേശീയ രാഷ്ട്രീയത്തിനെതിരുമാണ്. എന്നാൽ LDF സർക്കാർ നവോത്ഥാന മൂല്യങ്ങളെ നെഞ്ചിലേറ്റി നവകേരള നിർമ്മിതിക്കായി ജാതിമത ഭേദമന്യേ ജനങ്ങളെ ഒപ്പം നിർത്താനാണ് ശ്രമിക്കുന്നത്. സർ, അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ നവകേരള സദസ്സ് സംഘടിപ്പിച്ചത്. സാർ, 140 മണ്ഡലത്തിലും 10,000-കണക്കിന് ആളുകളാണ് നവകേരള സദസ്സിൽ എത്തിച്ചേർന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളോട് സംവദിച്ച് അവിടെ ഉയർന്നു വന്ന നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു നവകേരള മുന്നേറ്റത്തിൻ്റെ കൂടി ബഡ്ജറ്റാണ് കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് ഞാൻ ആത്മാഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സാർ, സാമൂഹ്യ സുരക്ഷയ്ക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കും മികച്ച സംസ്ഥാനമാണ് കേരളം. നീതി ആയോഗ് സാക്ഷ്യപത്രം നൽകി നമ്മളെ അഭിനന്ദിച്ചിട്ടുണ്ട്. സാർ, അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ആദ്യ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനുള്ള കർമ്മ പരിപാടികളുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, എല്ലാവർക്കും റേഷൻ കാർഡ് ലഭ്യമാക്കാൻ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സിവിൽ സപ്ലൈസ് വകുപ്പ് തെരുവോരത്ത് താമസിക്കുന്നവർ, വാടക വീട്ടിൽ താമസിക്കുന്നവർ, അഗതി മന്ദിരത്തിൽ താമസിക്കുന്നവർ, ട്രാൻസ്ജെൻഡർമാർ തുടങ്ങി എല്ലാവർക്കും സമയബന്ധിതമായി റേഷൻ കാർഡ് നൽകിയുണ്ടായി. റേഷൻ കടയിൽ നേരിട്ടെത്തി സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശത്തെ ഓട്ടോറിക്ഷക്കാരുടെ സഹകരണത്തോടുകൂടി ഒപ്പം പദ്ധതി
നടപ്പാക്കിയിട്ടുണ്ട് സാർ. അത് ഘട്ടം ഘട്ടമായി കേരളത്തിലെ എല്ലാ താലൂക്കിലും നടപ്പാക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് സിവിൽ സപ്ലൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നത്. വനമേഖലയിൽ അതുപോലെ എത്തിച്ചേരാൻ പ്രയാസമുള്ള ദുർഘട പ്രദേശങ്ങളിൽ, ആദിവാസി ഊരുകൾ, ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ, അതുപോലെ തന്നെ മറ്റിതര മേഖലകൾ, അവിടെയെല്ലാം ജനങ്ങൾക്ക് വാതിൽപ്പടിയായി റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സഞ്ചരിക്കുന്ന റേഷൻ കടകളുടെ സേവനവും സംസ്ഥാനത്ത് നിലവിലുണ്ട്. 134 ആദിവാസി ഊരുകൾ ഇന്ന് ലഭ്യമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഗതാഗത സൗകര്യം കുറഞ്ഞ മലയോര മേഖലകളിലും മുഴുവൻ ജനങ്ങൾക്കും സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം സർക്കാർ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. സർ, വിപണി ഇടപെടലിൻ്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ സപ്ലൈകോയുടെ പങ്ക് വളരെ വലുതാണ്. 1600ഓളം വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ മുഴുവൻ പ്രദേശത്തും ജനങ്ങൾക്ക് വില കുറച്ച് സാധനങ്ങൾ എത്തിക്കാൻ കഴിയുന്നുള്ള നല്ല ഇടപെടലാണ് സപ്ലൈകോ നടത്തി വരുന്നത്. ഇപ്പോൾ സർ, സപ്ലൈകോ പ്രതിസന്ധിയിലാണ്. ഈ ഘട്ടത്തിൽ സപ്ലൈകോയെ സംരക്ഷിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഈ സാഹചര്യത്തിൽ സപ്ലൈകോ സംരക്ഷിക്കുന്നതിന് ഒരു പാക്കേജ് എന്ന നിലയിൽ 500 കോടി രൂപയെങ്കിലും വകയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കെ സ്റ്റോർ വ്യാപകമാക്കാനും അതിലൂടെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി കൂടുതൽ സേവനം ലഭ്യമാക്കാനും കഴിയണം സാർ. റേഷൻ കടകളുടെ പശ്ചാത്തല സൗകര്യം വർദ്ധിപ്പിച്ച് കുറഞ്ഞത് 2 മാസത്തെ വിതരണത്തിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ കൂടി നടത്തണമെന്ന് ഞാൻ അങ്ങയോട് ആവശ്യപ്പെടുകയാണ് സാർ. അതിനുവേണ്ടി ഒരു പ്രത്യേക പാക്കേജ് ഇതിനുവേണ്ടി ഈ ബഡ്ജറ്റിൽ അനുവദിക്കണം എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു സാർ. ഇപ്പോൾ BJP കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഭാരത് അരിയുമായി ഇറങ്ങിയിരിക്കുകയാണ് സാർ. എന്താണ് സാർ ഭാരത് അരി? ഈ കേരളത്തിലെ സ്റ്റാറ്റ്യൂട്ടറിയായി ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന റേഷൻ വിഹിതം വെട്ടിക്കുറച്ച് 57% ആളുകളെ റേഷൻ കാർഡിന് പുറത്താക്കി സ്റ്റാറ്റ്യൂട്ടറിയായി ലഭിക്കേണ്ടുന്ന അരി ഇല്ലാതാക്കിക്കൊണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ 4 രൂപയ്ക്കും 10 രൂപ 90 പൈസയ്ക്കും റേഷൻ കടകളിൽ കൊടുക്കുന്ന അരി, സപ്ലൈകോയിലൂടെ 24 രൂപയ്ക്ക് കൊടുക്കുന്ന അരി ഇന്ന് അത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലൂടെ ഗോഡൌണിൽ നിന്ന് BJP 29 രൂപയ്ക്ക് ഭാരത് അരി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്ര ജനങ്ങളെ വേറെതിൽ വഞ്ചിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടില്ല എന്ന് അടിക്കില്ല സാർ. ഈ കേരളത്തിൽ ഒരുപക്ഷേ ഇന്ത്യക്ക് മാതൃകയായിട്ടാണ് സിവിൽ സപ്ലൈസും പൊതുരംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് സാർ. ഇത് മനസ്സിലാക്കാൻ കോൺഗ്രസും തയ്യാറാവണം സാർ. അവരാണ് ആദ്യം തുടങ്ങി വെച്ചത്. നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും കമ്പോളവൽക്കരണവും കൊണ്ടുവന്നത്. അതുകൊണ്ട് തീർച്ചയായും ഈ നാടിനെ രക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കാണ് നമ്മുടെ ഗവൺമെൻറ് മുന്നോട്ട് വന്നത് സാർ. അടിസ്ഥാന വികസനത്തിൽ പ്രത്യേക സാമൂഹ്യ സുരക്ഷയും ബദലായി കുതിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വൻകിട വികസന പദ്ധതികൾക്കും ഈ സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. തുറന്ന മനസ്സോടെ ഈ ബഡ്ജറ്റിനെ സമീപിക്കുന്ന ഒരാൾക്കും ഇക്കാര്യത്തിൽ സംശയമുണ്ടാകില്ല സാർ. 2024 തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭരണത്തെയും കേരളത്തിലെ LDF ഭരണത്തെയും തമ്മിൽ ജനങ്ങൾ താരതമ്യം ചെയ്യുക സ്വാഭാവികമാണ്. മാത്രവുമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാനുള്ള ഒരായുധം കൂടിയാണ് LDF സർക്കാരിൻ്റെ ഇതപര്യന്തമുള്ള ഭരണ നേട്ടങ്ങൾ. പ്രതിവർഷം 2 കോടി തൊഴിൽ വാഗ്ദാനം ചെയ്ത് അധികാരത്തിൽ വന്ന മോഡി സർക്കാർ ഒരാൾക്ക് പോലും തൊഴിൽ കൊടുത്തില്ല സാർ. ഈ 10 വർഷത്തിനിടയിൽ ഒരാൾക്ക് പോലും തൊഴിൽ കൊടുത്തില്ല മോഡി സർക്കാർ. എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കുറച്ച് വർഷം കൊണ്ട് ഏകദേശം 2.25 ലക്ഷത്തോളം പേർക്കാണ് 7.5 വർഷം കൊണ്ട് കേരളത്തിൽ തൊഴിൽ കൊടുത്തത്. ചെറിയ കാര്യമല്ല സാർ. പ്രതിവർഷം 30,000-ലധികം പേർക്ക് സംസ്ഥാന സർക്കാർ തൊഴിൽ നൽകി ഈ കുറഞ്ഞ വർഷം കൊണ്ട്. അതാണ് BJPയും LDFും തമ്മിലുള്ള വ്യത്യാസം. മറ്റു സംസ്ഥാനങ്ങളിൽ 10,000-ൽ താഴെ മാത്രമാണ് നിയമനം. കേരളത്തിൻ്റെ 7 മടങ്ങ് ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 5 വർഷത്തിനിടെ 52,186 നിയമനം മാത്രമാണ് ഉണ്ടായത്. BJPയുടെ തട്ടിപ്പ് തിരിച്ചറിയാനും ഈ താരതമ്യം സഹായിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സർ. കൃഷിക്ക് എക്കാലത്തെയും കുറഞ്ഞ തുക വകയിരുത്തിയ കേന്ദ്ര ബഡ്ജറ്റല്ല കേരളത്തിലെ ബഡ്ജറ്റ്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ഉന്നത വിദ്യാഭ്യാസത്തിന്, തൊഴിലിന്, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ശ്രദ്ധയും കരുതലും നൽകിയ കേരള മാതൃകയാണിത്. ജനപക്ഷത്ത് നിന്ന് LDF അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് സർ, എല്ലാ വിഭാഗങ്ങളുടെയും പുരോഗതിയും വളർച്ചയും ലക്ഷ്യമായിട്ടുള്ള പദ്ധതികളാണ് LDF സർക്കാർ നടപ്പാക്കുന്നത്. എല്ലാവർക്കും ഭൂമി, വീട്, മികച്ച ആരോഗ്യ പരിരക്ഷ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസം,
മികച്ച ഗതാഗത സൗകര്യം ഇതെല്ലാം ഉറപ്പാക്കിയാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിലും മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പിന്നിലാക്കി കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സർ, മനുഷ്യന്റെ ഏറ്റവും വലിയ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഭൂമിയും വീടും. കേരളത്തിലെ രണ്ടാം LDF സർക്കാർ 1,21,604 കുടുംബങ്ങളെയാണ് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയത്. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂരേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് റവന്യൂ വകുപ്പ്. കേരളം കൈവരിക്കുന്ന മുന്നേറ്റം മുടിഞ്ഞ നാടെന്ന് ചിത്രീകരിക്കാൻ പരിശ്രമിക്കുന്ന കേരള വിരുദ്ധരുടെ വായടപ്പിക്കുന്നതുമാണ്. കേരള മാതൃകയെ തകർക്കാൻ ശ്രമിക്കുന്നവരോട് കേരളം തളരില്ല, തകർക്കാൻ അനുവദിക്കില്ല എന്നാണ് ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം. സാർ, ഒരു കാര്യം ഞാൻ ഈ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നെൽ വയലുകളുടെ സംരക്ഷണത്തിനായി വിഭാവനം ചെയ്ത തണ്ണീർത്തട സംരക്ഷണ നിയമം നടപ്പാക്കിയതിലൂടെ നെൽ വയലുകൾ രൂപപ്പെടുത്തുന്ന നടപടികൾ പ്രതിരോധിക്കാൻ ആയെങ്കിലും രൂപഭേദം വരുത്തിയതിനാൽ നെൽവയലുകൾ സമയബന്ധിതമായി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രായോഗികമായി സാധ്യമാകാത്ത സ്ഥിതിയാണ് നാളിതുവരെ നിലനിന്നത്. ഈ വിഷയം പരിഹരിക്കുന്നതിനായി ബജറ്റിൽ അനിവാര്യമായ ഒരു തുക റവന്യൂ വകുപ്പിന് വകയിരുത്തിയാൽ പരിവർത്തനം നടത്തിയ നെൽവയലുകൾ യഥാസമയം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനും ചെലവഴിക്കുന്നതിനൊപ്പം അനധികൃത ഭൂപരിവർത്തനം വരുത്തിയവർക്കെതിരെ റവന്യൂ റിക്കവറി നടപടി സ്വീകരിച്ച് പ്രസ്തുത തുക പിഴ സഹിതം തിരികെ സർക്കാരിന് വസൂലാക്കാവുന്നതാണ്. ചെലവഴിക്കുന്ന ഫണ്ട് റിവോൾവിംഗ് ഫണ്ട് എന്ന നിലയിൽ ചാക്രികമായി തിരികെ സർക്കാരിലേക്ക് എത്തുകയും ചെയ്യും. എന്നതിനാൽ ആത്യന്തികമായി സർക്കാരിന് ഈ ഫണ്ട് വകയിരുത്തുന്നതിലൂടെ ഒരു ധനനഷ്ടം ഉണ്ടാകുന്നതില്ല. മറിച്ച് നെൽവയലുകളുടെ സംരക്ഷണം പൂർണ്ണമായി സാധ്യമാക്കി പാരിസ്ഥിതിക സന്തുലനാവസ്ഥ നിലനിർത്താൻ കഴിയും എന്നതുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. സർ, കേന്ദ്രം കാർഷിക മേഖലയെ കൈയൊഴിയുമ്പോൾ കാർഷിക കേരളത്തിന്റെ വളർച്ചയ്ക്ക് വലിയ പ്രാധാന്യമാണ് LDF സർക്കാർ നൽകി വരുന്നത്. 2018-2019 വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭം, 2020 കോവിഡ് മഹാമാരി ഇവയെല്ലാം കാർഷിക മേഖലയെ തകർച്ചയിലേക്കും കർഷകനെ വലിയ പ്രതിസന്ധിയിലേക്കുമാണ് നയിച്ചത്. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും 2021-22 കാലയളവിൽ 4.64% വളർച്ച കാർഷിക മേഖല കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കർഷകൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കാത്തതും വിപണന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ്. എന്നാൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമായി ഒരു കാർഷിക കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. പാലിനും മുട്ടയ്ക്കും വേണ്ടി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളം ഇക്കാര്യങ്ങൾ അടുത്ത് തന്നെ സ്വയം പര്യാപ്തത്തിലെത്തുമെന്ന് നമുക്ക് ആശിക്കാം. കാർഷിക മേഖലയിലെ കാലാവസ്ഥാ പ്രതിരോധവും ലഘൂകരണവും മൂല്യവർദ്ധനവും ലക്ഷ്യമിട്ടുകൊണ്ട് ലോകബാങ്ക് സഹായത്തോടെ 2365 കോടി രൂപയുടെ കേരള കാർഷിക കാലാവസ്ഥാ പ്രതിരോധ മൂല്യവർദ്ധന ശൃംഖല നവീകരണ പദ്ധതി നടപ്പാക്കുന്നതിന് ബജറ്റിൽ 100 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്ന കാർഷിക മുറകൾ ആവിഷ്കരിക്കാനും ഉൽപാദനം, സംഭരണം, സംസ്കരണം, വിതരണം, മൂല്യവർദ്ധനവും എന്നീ മേഖലകളിലെ നൂതന സാധ്യതകൾ കേരളത്തിലെ കാർഷിക സമൂഹത്തിന് ലഭ്യമാക്കാനും ഈ പദ്ധതിയിലൂടെ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നയം മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലും കർഷകർക്ക് പ്രയോജനം ലഭിക്കണമെന്ന ഉദ്ദേശത്തോട് കൃഷി വകുപ്പിന് 839.72 കോടി രൂപ വകയിരുത്തിയത് പ്രശസ്തന അറിയിക്കുന്നതാണ്. എന്നാൽ കർഷകർക്ക് നേരിട്ട് സഹായം ലഭ്യമാക്കി കൃഷി വകുപ്പിന്റെ തനത് പദ്ധതികളായ പച്ചക്കറി വികസനം, പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വിളനാശം, ഞങ്ങളും കൃഷിയിലേക്ക്, ഉൽപാദന ബോണസ്, റോയൽറ്റി തുടങ്ങിയ പദ്ധതികൾ കൂടുതൽ തുക വകയിരുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75ാം വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇന്നും പഴുതടച്ചും സാർവത്രിക സ്വഭാവമുള്ളതുമായ സാമൂഹ്യ സുരക്ഷാ പദ്ധതി നിലവിലില്ല. 2021-22 തൊഴിൽ ശക്തി സർവേയുടെ വാർഷിക റിപ്പോർട്ടിൽ പറയുന്നത് രാജ്യത്താകമാനമുള്ള ശമ്പളമോ വേതനമോ ലഭിക്കുന്ന തൊഴിൽ ശക്തിയിൽ 53% പേർക്കും യാതൊരുവിധ സാമൂഹ്യ സുരക്ഷയും ആനുകൂല്യം കിട്ടുന്നില്ല എന്നാണ്. സർ, കോർപ്പറേറ്റുകളെ മാത്രം വളർത്തുന്ന ഒരു നയമാണ് BJPക്കുള്ളത്. ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ രാജ്യത്തിന് ബാധ്യതയാകും പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആണ് നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനം എന്നത് കോർപ്പറേറ്റ് വികസനം എന്നാണ് പ്രധാനമന്ത്രിയുടെ നയം. സർ, ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ടൂറിസം മേഖലയിൽ, പശ്ചാത്തല വികസന മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിലൊക്കെ തന്നെ വലിയ മാറ്റമാണ് ഈ ബഡ്ജറ്റിലൂടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നത് ഈ പ്രതിസന്ധിയിലും. സർ, ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ബഡ്ജറ്റിൽ അങ്ങ് അസംഘടിത മേഖലയിൽ 8 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സർ, കർഷക തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ആനുകൂല്യ കുടിശ്ശിക കൊടുക്കാൻ, അവർക്ക് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് ആനുകൂല്യം കൊടുക്കാൻ ഏകദേശം 500 കോടി രൂപ ആവശ്യമാണ്. സാർ, ഈ ബഡ്ജറ്റിൽ അങ്ങ്
മറുപടി പറയുമ്പോൾ ആ കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം കൊടുക്കുന്നതിന് ആവശ്യമായ പണം ബഡ്ജറ്റിൽ വകയിരുത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സാർ, അതിൽ നിയമത്തിൽ പറയുന്നത് തൊഴിലാളി അടയ്ക്കുന്ന അംശാദായത്തിന് തുല്യമായ അംശാദായം ഗവൺമെൻറ് അടയ്ക്കണമെന്നാണ്. സാർ, ഇപ്പോൾ തൊഴിലാളി 20 രൂപയാണ് അടയ്ക്കുന്നത്. ആ ഗവൺമെൻറ്റിൻ്റെ അംശാദായം കൂടി അടച്ച് അതോടൊപ്പം തന്നെ സാർ ഇപ്പോൾ ഭൂമി ക്രയവിക്രയം ചെയ്യുമ്പോൾ ഒരു സെസ് പിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത ഫീസ് ഈടാക്കുന്നുണ്ട്. സാർ, ഇത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പണമായതുകൊണ്ട് ഇത് കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അടയ്ക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കർഷക തൊഴിലാളി ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പരാതി കുറയ്ക്കാൻ കഴിയും. അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ കൊടുക്കുന്നതിന് ഇപ്പോൾ അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. അതുകൂടി ഒഴിവാക്കാൻ അങ്ങ് മുൻകൈ എടുക്കണം. അതുപോലെ തന്നെ ഈ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് 5 കോടി രൂപയാണ് MLA-മാർക്ക് അനുവദിച്ചിട്ടുള്ളത്. MLA-മാർക്ക് ആ പണം എങ്ങനെ വിനിയോഗിക്കാം എന്ന അവകാശമുണ്ട്. അക്രഡിറ്റഡ് ഏജൻസികൾ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ ഇപ്പോൾ എൻ്റെ 2 പദ്ധതി, ഇപ്പോൾ അടൂര് ഗാന്ധി പാർക്കുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിക്ക് ഞാൻ 60 ലക്ഷം രൂപ അനുവദിച്ചു. യാതൊരുവിധ പ്രശ്നമില്ലാതെ ധനകാര്യ വകുപ്പ് അത് ഒബ്ജക്ഷൻ പറഞ്ഞിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ട് പിന്നെ അതുപോലെ തന്നെ അന്തിപ്പച്ചയ്ക്ക് വേണ്ടി 14 ലക്ഷം രൂപ അനുവദിച്ചു. സാർ, ഇത് തരാതിരിക്കുകയാണ് ധനകാര്യ വകുപ്പ്. എന്താ കാര്യം എനിക്കറിയില്ല. കാരണം MLA-മാർക്കുള്ള അവകാശത്തെ തവണയെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വ പരിശ്രമമാണോ ധനവകുപ്പ് ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അങ്ങ് ഇടപെടണം. അങ്ങ് ഇടപെട്ടതിന് പരിഹാരം ഉണ്ടാക്കണം. കാരണം അന്തിപ്പച്ചയ്ക്ക് കാര്യം 5 കോടി രൂപ അസറ്റ് ഡെവലപ്മെൻറ്റ് വലിയ പദ്ധതിക്കാണ്. 1 കോടി രൂപ SDF എന്ന് പറഞ്ഞാൽ ചെറിയ റോഡുകൾ, ചെറിയ വർക്കുകൾ ചെയ്യുന്നതാണ്. അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനാവശ്യമായ ഒരു ഇടപെടൽ ധനവകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകാൻ അങ്ങ് ഇടപെടണം. അതുപോലെ തന്നെ ഇപ്പോൾ ആരോഗ്യരംഗത്ത് വലിയ മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലാണ് ആരോഗ്യരംഗം മാറിക്കൊണ്ടിരിക്കുന്നത്. അടൂർ ജനറൽ ആശുപത്രി ആയതുകൊണ്ട് വലിയ വികസനമാണ് നടക്കുന്നത്. അവിടെ ഇപ്പോൾ തന്നെ 14 കോടി രൂപയുടെ വികസനം, പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങി. 5 കോടി രൂപയുടെ നിർമ്മാണം തുടങ്ങാൻ പോകുന്നു. വലിയ മാറ്റമാണ് അടൂർ ജനറൽ ആശുപത്രി നടക്കുന്നത്. ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, അവിടെ സ്ഥലപരിമിതിയുണ്ട്. ആ സ്ഥലപരിമിതിയുമായി ബന്ധപ്പെട്ട് IHRD കോളേജ് നിൽക്കുന്ന സ്ഥലം അടൂർ ജനറൽ ആശുപത്രിക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തു. മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിമാരും ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. അത് തത്വത്തിൽ നൽകാൻ അനുവദിച്ചു. KAP-യുടെ സ്ഥലം IHRD കോളേജിന് കൊടുക്കാനും തീരുമാനമെടുത്തു. പക്ഷേ നടപടി ഇടഞ്ഞു നീങ്ങുകയാണ്. അത് അടിയന്തരമായി എത്രയും വേഗം നൽകാനാവശ്യമായ നടപടി ഉണ്ടാകണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം എടുത്ത തീരുമാനം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഗവൺമെൻറ് പരിശ്രമിക്കണം. അതുപോലെ വ്യാവസായിക മേഖലയിൽ ഇപ്പോൾ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സ്റ്റാർട്ടപ്പ് മിഷനുകൾ വന്നിരിക്കുന്നു. വലിയ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടുകൂടി തന്നെ വലിയ മാറ്റമാണ് ആ രംഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സാർ, അവിടെ അടൂരിൽ 2.5 ഏക്കർ സ്ഥലം വ്യവസായ വകുപ്പിൻ്റെ സ്ഥലമുണ്ട്. ആ 2.5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങയുടെ ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ഈ വിഷയം ഉന്നയിച്ചതാണ്. അങ്ങ് പറഞ്ഞത് ആ വ്യവസായ വകുപ്പിൻ്റെ കൈവശമുള്ള സ്ഥലത്ത് വ്യവസായ പാർക്ക് അനുവദിക്കാമെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ആ വ്യവസായ പാർക്ക് അനുവദിക്കുന്നതിന് ആവശ്യമായ ഒരു ഇടപെടൽ വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണമെന്ന് ആണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം സാർ, ഇപ്പോൾ 20 പദ്ധതികൾ നമ്മൾ എല്ലാ MLA-മാരും കൊടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും വലിയ പദ്ധതിയാണ് കൊടുമൺ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. അത് നമ്മൾക്ക് ഒരുപക്ഷെ ജില്ലയിലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ്. അവിടെയാണ് ഇപ്പോൾ എല്ലാ കായിക മത്സരങ്ങളും നടക്കുന്നത്. ആ സ്റ്റേഡിയത്തോടനുബന്ധിച്ച് ഒരു സ്പോർട്സ് സ്കൂൾ തുടങ്ങണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബഡ്ജറ്റിൽ ആവശ്യപ്പെട്ടു. ഇത്തവണയും ബഡ്ജറ്റിൽ അത് വന്നിട്ടുണ്ട്, ടോക്കൺ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു സൗകര്യപ്രദമായ സ്കൂളുണ്ട്, ഐക്കാർഡ് ഗവൺമെൻറ് LP സ്കൂൾ സൗകര്യമുണ്ട്, കെട്ടിടമുണ്ട്. അത് ഈ ബഡ്ജറ്റിൽ സ്പോർട്സ് വകുപ്പിൽ അനുവദിച്ചിട്ടുള്ള പണത്തിൽ നിന്ന് അവിടെ സ്പോർട്സ് സ്കൂൾ ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു തീരുമാനം സ്പോർട്സ് വകുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പ് ഉണ്ടാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവിടെ നമുക്കറിയാം, എൻ്റെ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പന്തളം ശബരിമലയുടെ മൂലസ്ഥാനമാണ്. വലിയ ട്രാഫിക് കണ്ടീഷനാണ് അവിടെ ഉള്ളത്. അവിടെ പന്തളം ബൈപ്പാസുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നടന്നു വരികയാണ്. എന്നാൽ അവിടെ മെഡിക്കൽ മിഷൻ മുതൽ മണികണ്ഠൻ ആൽത്തറ വരെയുള്ള ഭാഗം വലിയ തിരക്കാണ്. അതുകൊണ്ട് അവിടെ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം KSTP വഴി അതുപോലെ തന്നെ PWD വഴി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം സോഷ്യലിസ്റ്റ് പരമാധികാര മതേതര റിപ്പബ്ലിക്കായുള്ള ജനാധിപത്യ രാഷ്ട്രത്തിനാണ് അടിത്തറ പാകിയത്. എല്ലാ പൗരന്മാർക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുമെന്നും രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുമെന്നും സാഹോദര്യം വളർത്തുമെന്നും ഉറപ്പു നൽകി ജനാധിപത്യത്തിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് നിയമനിർമ്മാണ സഭകളും ഭരണനിർവഹണ സമിതികളും നീതിന്യായ കോടതികളും ക്രമീകരിച്ച് മാധ്യമങ്ങളും തനതായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വാതന്ത്ര്യാനന്തരം 75 വർഷം പിന്നിടുമ്പോൾ ഗുരുതരമായ അടിസ്ഥാന മാറ്റങ്ങൾ രാജ്യം നേരിടുന്നു.
വർത്തമാന രാജ്യം നെഞ്ചേറ്റുന്ന മുതലാളിത്തം അതിൻ്റെ കടുത്ത പ്രതിസന്ധിയിൽ വീഴുകയാണ്. ഫെഡറൽ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ വീർപ്പ് മുട്ടിക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിൻ്റെ അവകാശങ്ങളെ നിഷേധിക്കുകയാണ്. കേരളത്തിന് അർഹതപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും കേന്ദ്ര ഭരണകൂടം തിരസ്കരിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടികജാതി വിഭാഗത്തിലുള്ള അർഹരായ രോഗികൾക്കും വൃദ്ധർക്കും ആരോഗ്യഭരണം നൽകുന്നതിൽ നിഷേധാത്മക നിലപാടാണ് മോദി സ്വീകരിക്കുന്നത്. രാജ്യത്തിൻ്റെ സമ്പത്താകെ വിറ്റഴിക്കുന്ന തിരക്കിലാണ് നരേന്ദ്രമോദി. 2002 ഗുജറാത്തിൽ വംശഹത്യ പരീക്ഷ നടത്തിയ മോദി വീണ്ടും നമ്മുടെ രാജ്യത്ത് വംശഹത്യ പരീക്ഷാശാലകൾ സൃഷ്ടിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിനെതിരായുള്ള സാമ്പത്തിക അവഗണനയ്ക്കും കേരളത്തിനോടുള്ള വർഗീയ വംശവിദ്വേഷത്തിനെതിരായും ഇടതുപക്ഷ ഗവൺമെൻറ് പോരാടുകയാണ്. ഇടതുപക്ഷ മന്ത്രിമാരും MLA മാരും പാർലമെന്റ് മുമ്പിൽ സമരം ചെയ്തപ്പോൾ കേരളത്തിലെ UDF അതിനൊപ്പം നിന്നില്ല. അത് നിങ്ങളുടെ BJP-യോടുള്ള സാഹോദര്യത്തിന് തെളിവാണ്. പക്ഷേ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തൃശ്ശൂരിൽ പറഞ്ഞ് കേരളം ഉൾപ്പെടെ BJP ഇതര ഗവൺമെന്റുകളെ മോദി ഭരണകൂടം തേജോവധം ചെയ്യുകയാണെന്ന്. ആ യോഗത്തിൽ KPCC അധ്യക്ഷൻ K. സുധാകരനും പ്രതിപക്ഷ VD സതീശനും സന്നിഹിതരായിരുന്നു. അവർക്ക് ആ ഘട്ടത്തിൽ മിണ്ടാട്ടം ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ കോൺഗ്രസ് BJP മൃദുഹിത സമീപനമാണ് ആ മൗനത്തിലൂടെ തെളിയിക്കപ്പെട്ടത്. ഈ ബഡ്ജറ്റ് പുതുയുഗ പ്രഭാവം സൃഷ്ടിക്കുന്ന ഒന്നാണ്. പിന്നോക്കക്കാരെ നവധാരകളിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. കെട്ടിമറക്കില്ലൻ പാതി നെഞ്ചും കെട്ടിമറക്കില്ല എൻ്റെ കൈയും, കെട്ടിമറയ്ക്കാത്ത പാതി നെഞ്ചും കെട്ടിമറയ്ക്കാത്ത എൻ്റെ കൈയും നവകേരള സൃഷ്ടിക്കായി മുന്നോട്ട് വരുന്നു. ഞാൻ ഈ ബഡ്ജറ്റിനെ ഒരിക്കൽ കൂടി പിന്തുണയ്ക്കുന്നു.